നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല ചെയ്യപ്പെട്ട നക്സൽ രാജന്റെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പിതാവ് ഈശ്വര വാര്യർ നടത്തിയ യാത്രകൾ കേരളം എങ്ങനെ മറക്കാനാണ്? അതുപോലൊരു യാത്രയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ട വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ പിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന നിരാശനായ പിതാവിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചത്തിന് ഒരു കീറ് വീണ ദിവസമാണ് ഇന്നലെ കഴിഞ്ഞുപോയത്. ബാലഭാസ്കർ ഇടിച്ചു കൊന്ന അർജുൻ പിടിയിലായിരിക്കുന്നു, അതും ബാലുവിന്റെ പിതാവ് ആരോപിച്ചതുപോലെ സ്വർണ്ണക്കടത്തിൽ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അർജുൻ തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ കാർ ഓടിച്ച ഡ്രൈവർ. പാട്ടുരാക്കൽ സ്വദേശി കുറിയെടുത്ത മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിൽ പിടിയിലായത്. ഇയാളടക്കം 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കവർച്ച, സ്വർണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലാണ് അർജുനെ പ്രതി ചേർത്തിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുനാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു. അർജുന് തലയ്ക്ക് പരിക്കേറ്റത് മുൻസീറ്റിൽ ഇരുന്നതിനാലാണെന്നായിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം. ബാലഭാസ്കർ പിൻസീറ്റിൽ മധ്യഭാഗത്തായിരുന്നു ഇരുന്നതെന്നും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നുവെന്നും ഫോറൻസിക് അന്വേഷണത്തിൽ കണ്ടെത്തി. അപകടമുണ്ടായപ്പോൾ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ താനല്ല വാഹനം ഓടിച്ചതെന്ന് കോടതിയിൽ മൊഴി മാറ്റുകയായിരുന്നു. 6 വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ്. സ്വാഭാവിക കാറപകടമെന്ന പോലീസും ക്രൈംബ്രാഞ്ചും CBIയും എഴുതിത്തള്ളിയെങ്കിലും പിതാവ് KC ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടി. തുടക്കത്തിൽ സാധാരണ കാർ അപകടം എന്നായിരുന്നു കരുതിയത്. ബാലുവിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടായതും അന്വേഷണം CBIക്ക് വിട്ടതും. ബാലുവിന്റെ ട്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളും എല്ലാം പുനരന്വേഷിക്കുകയാണ് CBIയുടെ 2ാം സംഘം. ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ലെന്നാണ് CBIയുടെ ആദ്യ അന്വേഷണത്തിലെ നിഗമനം. ബാലഭാസ്കറിന്റേത് അപകട മരണമാണോ കൊലപാതകമാണോ എന്ന് അന്വേഷിച്ചുള്ളൂ. മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. DRI ആണ് അത് അന്വേഷിക്കേണ്ടതെന്നായിരുന്നു CBI കോടതിയിൽ പറഞ്ഞത്. കാർ അപകടം ആസൂത്രിതമല്ലെന്നും അമിത വേഗതയും അശ്രദ്ധയും കാരണം ഉണ്ടായതെന്നുമുള്ള കണ്ടെത്തലോടെ ഡ്രൈവർ അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയ കുറ്റപത്രം തള്ളിയാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പല വസ്തുതകളും പരിശോധിക്കാതെ തയ്യാറാക്കിയ CBI കുറ്റപത്രത്തിൽ ഒട്ടേറെ പാളിച്ചകൾ ഉള്ളതിനാൽ അംഗീകരിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ KC ഉണ്ണി, B ശാന്തകുമാരി, സാക്ഷി സോബി ജോർജ് എന്നിവരുടെ ഹർജികളിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവുണ്ടായത്. എന്നാൽ തന്റെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛനും 1.5 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇതേ അർജുൻ കേസ് നൽകിയിരിക്കുകയാണ്. ഇത് ഇയാളുടെ തന്ത്രമായിരുന്നു. വ്യാഴാഴ്ച രാത്രി 8:30യോടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന് 9ഓളം വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കവർച്ച ചെയ്ത് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് SP R വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ ചുരുളഴിഞ്ഞത്. മിഥുൻ, സതീഷ്, ലിസൺ, അർജുൻ എന്നിവർ കവർച്ചാ സ്വർണം വിൽക്കാൻ സഹായിച്ചവരും രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ്. സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട ബാലുവിന്റെ കാറിൽ സ്വർണം ഉണ്ടായിരുന്നതായി മൊഴിയുണ്ടായിരുന്നു. എന്നാൽ ഇതിലേക്കൊന്നും അന്വേഷണം നീങ്ങിയില്ല. അച്ഛന്റെ വാക്കുകൾ ബധിരകർണങ്ങളിലാണ് പതിച്ചത്. ബാലഭാസ്കർ ലക്ഷക്കണക്കിന് രൂപ പലർക്കും നൽകിയിട്ടുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതിലൊന്ന് തിരുവനന്തപുരത്ത് കഞ്ഞിയും അപ്പവും വിൽക്കുന്ന കടകൾ തുടങ്ങാൻ ബാലഭാസ്കർ മുടക്കിയ 2 കോടിയാണ്. തന്റെ മാനേജറുടെ നിർബന്ധത്തിന് വഴങ്ങി ചില സുഹൃത്തുക്കൾക്കാണ് തുക നൽകിയത്. ഇതും പാലക്കാട്ടെ ആശുപത്രിയിൽ മുടക്കിയ പണവുമാണ് ബാലുവിന്റെയും മകളുടെയും ജീവൻ അപഹരിച്ചതെന്ന് അച്ഛൻ കരുതുന്നു. പണം അപഹരിക്കുന്നതിനായി സംവിധായകൻ ബാലഭാസ്കറിനെ വാഹനാപകടം ഉണ്ടാക്കി കൊന്നതാണെന്ന് അച്ഛനും കുടുംബത്തിനും സംശയം. ബാലഭാസ്കറിന്റെ ഭാര്യയെ അപകടമുണ്ടാക്കിയവർ അവരുടെ വരുതിയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതായും പിതാവ് ആരോപിക്കുന്നു. ബാലുവിന്റെ വീട്ടിൽ CCTV സ്ഥാപിക്കുകയും അതിന്റെ വിഷ്വലുകൾ ബാലുവിന്റെ സ്റ്റാഫിലുള്ള ഒരാളുടെ ഫോണിൽ എത്തുകയും ചെയ്തു. ബാലുവിന്റെ ഭാര്യയെ കാണാൻ ആരൊക്കെ വരുന്നു എന്നറിയാൻ വേണ്ടിയാണത്ര ഇത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അച്ഛൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറി. DGPക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയ വിവരം അറിഞ്ഞ ഉടനെ ബാലഭാസ്കറിന്റെ മാനേജർ അച്ഛനെതിരെ രംഗത്തെത്തി. അച്ഛന് ഭ്രാന്താണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ വാഹനം ഇടിച്ചതല്ല ഇടിപ്പിച്ചതാണെന്ന് മനസ്സിലാവുമെന്നും പിതാവ് പറയുന്നു.
ലക്ഷ്മിയെ പ്രസവത്തിന് വേണ്ടി ചികിത്സിച്ച പാലക്കാട് സ്വദേശികളായ ഡോക്ടറാണ് സംശയനിഴലിലുള്ളതെന്നാണ് കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചേട്ടന്റെ മകനാണ് കാർ ഓടിച്ചിരുന്നത്. അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ ബാലഭാസ്കറിന്റെ ഡ്രൈവറായി എത്തുന്നത്. അപകടം നടന്ന സമയം വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണെന്ന ഡ്രൈവറുടെ മൊഴിയാണ് സംശയത്തിനിടയാക്കിയത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാണ് വിശ്വസിച്ചത്. സംഭവം നടന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവറാണെന്നാണ് പുറം ലോകം അറിഞ്ഞത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണെന്ന് എല്ലാവരും അറിഞ്ഞു. ഡ്രൈവറിൽ നിന്നാണെന്നാണ് ലോകം അറിഞ്ഞത്. ബോധം വന്ന ശേഷം ലക്ഷ്മി നൽകിയ മൊഴിയാണ് നിർണായകമായത്. ഡ്രൈവറുടെയും ലക്ഷ്മിയുടെയും മൊഴികളിൽ വന്ന വ്യത്യാസത്തിൽ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കാനിരിക്കെയായിരുന്നു പിതാവ് പരാതി നൽകിയത്. പാലക്കാട്ടെ ഡോക്ടറുടെ ആശുപത്രിയിൽ ബാലഭാസ്കർ കോടികൾ മുടക്കിയിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു. കുട്ടികളില്ലാത്തവർക്ക് ചികിത്സ നൽകുന്ന പാലക്കാട്ടെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. എത്ര രൂപ മുടക്കിയിട്ടുണ്ടെന്ന് ബാലഭാസ്കറിന് മാത്രമേ അറിയാവൂ. ഡോക്ടറുടെ ഭാര്യ അപകടത്തിന്റെ പിറ്റേന്ന് ബാലുവിന്റെ വീട്ടുകാർ വിരട്ടിവിട്ടതാണ്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചെത്തി. സാമ്പത്തിക രഹസ്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണത്ര ഇത്. മുടക്കിയ പണത്തിന്റെ കണക്ക് ബാലുവിന്റെ ഭാര്യയ്ക്ക് പോലും കൃത്യമായി അറിയില്ലെന്നാണ് വിവരം. ഇതിന്റെ എല്ലാം കണക്കുകൾ അറിയുന്നത് ബാലഭാസ്കറിന്റെ മാനേജർക്കാണ്. അവർ രഹസ്യം പുറത്തറിയിക്കുന്നില്ല. ബാലുവിന്റെ മാതാപിതാക്കൾ സമ്പാദ്യത്തിന്റെ കണക്കുകൾ അന്വേഷിച്ചെങ്കിലും അവരെ മാനേജർമാർ വിരട്ടിവിട്ടു. തീരെ സാധുക്കളായ മാതാപിതാക്കൾ വാസ്തവം അറിയാതെ തീ തിന്നുന്നു. അവർക്ക് വേണ്ടത് ബാലുവിന്റെ പണമല്ല, ബാലുവിനെയാണ്. ബാലുവിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയാൻ ബാലുവിന്റെ പിതാവ് ബാലുവിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബാലുവിന്റെ ജഗതിയുടെ വീട്ടിൽ ചിലരെത്തി അച്ഛനെയും അമ്മാവനെയും തെറി വിളിച്ചതായി വിവരമുണ്ട്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണ് തെറിവിളിയെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. ബാലുവിന്റെ കുടുംബത്തിന് നിലവിൽ മറ്റാരിൽ നിന്നും ഭീഷണിയില്ല. തങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വീട്ടുകാർ കരുതുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂരിലെ ക്ഷേത്രത്തിൽ ബാലുവും കുടുംബവും പൂജ നടത്താൻ പോയതെന്നും ഇതും സംശയകരമാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബാലുവിന്റെ ബന്ധുക്കൾ പറയുന്നു. സംഭവിച്ചത് അപകടം മാത്രമാണ്. അത് ഡ്രൈവറുടെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ താനല്ലേ കാർ ഓടിച്ചതെന്ന് ഡ്രൈവർ പറഞ്ഞത് എന്തിനാണെന്നാണ് സംശയം. ബാലുവിന് അപകടം സംഭവിച്ചപ്പോൾ തന്നെ ഇത്തരം സംശയങ്ങൾ ഉയർന്നു വന്നതാണ്. എന്നാൽ അന്നത്തെ ദുഃഖത്തിൽ അതൊന്നും വാർത്തയല്ലാതായി മാറി. ഡ്രൈവറുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പിന്നീട് വിവാദങ്ങൾ വളർത്തിയത്. മരിക്കുന്ന ദിവസം താൻ ബാലഭാസ്കറിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ കയറി സന്ദർശിച്ചതായി ബാലുവിന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. മകളുടെ വിയോഗം ബാലുവിനെ അറിയിച്ചതായും അതിലൊരാൾ തട്ടിവിട്ടു. ഇവിടെയാണ് ബാലുവിന്റെ വീട്ടുകാർക്ക് ചില സംശയങ്ങൾ ഉരുത്തിരിയുന്നത്. മരണ ദിവസം തന്നെ ബാലുവിന്റെ മാതാപിതാക്കളോട് അനന്തപുരി ആശുപത്രിയിലെ സീനിയർ ഡോക്ടർമാർ ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ബാലുവിന് ബോധം തെളിഞ്ഞതായും അവർ അറിയിച്ചു. ഇക്കാര്യം ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പിന്നെ എങ്ങനെ ബാലു മരിച്ചു എന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. അതായത് ബോധം തെളിഞ്ഞ ബാലുവിനോട് ആരെങ്കിലും മകളുടെ വിയോഗ വാർത്ത പറഞ്ഞോ? അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ആരാണ്? ബാലുവിന്റെ സുഹൃത്തുക്കളാണോ? ബാലുവിന്റെ വീട്ടുകാർക്ക് ഇപ്പോൾ അയാളുടെ ഒരു സുഹൃത്തിനെയും കാണണ്ട. ബാലുവിന്റെ കല്യാണം നടത്തിച്ചതും അവനെ സ്വന്തം വീട്ടിൽ നിന്ന് അകറ്റിയതും സുഹൃത്തുക്കളാണ്. സുഖമില്ലാത്ത സഹോദരിയെ പോലും നോക്കാത്ത തരത്തിൽ ബാലുവിനെ മാറ്റിയത് സുഹൃത്തുക്കളാണെന്നും അവർ വിശ്വസിക്കുന്നു. മകളുടെ വിയോഗ വാർത്ത അറിയിച്ചത് കാരണമാണ് ബാലുവിന് ഹൃദയസ്തംഭനം ഉണ്ടായതെന്ന് തന്നെയാണ് വീട്ടുകാർ വിശ്വസിക്കുന്നത്. ബാലുവിന്റെ കുടുംബ സുഹൃത്തായ ഡോക്ടറുടെ ഭാര്യയെ ബാലുവിന്റെ വീട്ടുകാർ ആട്ടിയിറക്കിയതും ഇതുകൊണ്ടാണെന്നാണ് വിവരം. ലക്ഷ്മിയുടെ ആരോഗ്യനിലയൊന്നും അവരെ അലട്ടുന്നില്ല. കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. തിരിച്ചു കിട്ടാനാവാത്ത വിധം സ്വന്തം താല്പര്യപ്രകാരം ബാലു വിവാഹം കഴിക്കുമ്പോൾ സമയദോഷം തങ്ങൾ കണ്ടതാണെന്ന് ബാലുവിന്റെ ബന്ധുക്കൾ പറയുന്നു. ബാലുവിന്റെ മരണ ദിവസം രാത്രി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നടന്നത് എന്താണെന്ന് വീട്ടുകാർ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ബാലുവിന്റെ മരണം സ്വാഭാവികമാണെങ്കിൽ ഹൃദയസ്തംഭനം എങ്ങനെ വന്നു എന്നാണ് വീട്ടുകാർക്ക് അറിയേണ്ടത്. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസിന് വ്യക്തമായതോടെ സംശയനിഴലിലാകുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറും കുടുംബവും. എന്നാൽ അന്വേഷണം അർജുനിൽ മാത്രം കേന്ദ്രീകരിക്കാൻ ഒരു ഉന്നത CPM നേതാവിന്റെ ബന്ധുക്കൾ പോലീസിൽ ഇടപെടൽ നടത്തുന്നതായി സംശയമുണ്ടെന്ന് ബാലഭാസ്കറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. ബാലഭാസ്കറിന്റെ പിതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത കണ്ടെത്തിയെങ്കിലും തെളിയിക്കാനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അത്തരം കാര്യങ്ങൾ തെളിയിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ചില CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പോലീസിന് അറിയാം. പണം അപഹരിക്കുന്നതിനായി സംവിധായകൻ ബാലഭാസ്കറിന്റെ വാഹനാപകടം ഉണ്ടാക്കി കൊന്നതാണെന്ന് അച്ഛനും കുടുംബത്തിനും സംശയം. ബാലഭാസ്കറിന്റെ ഭാര്യ അപകടമുണ്ടാക്കിയവർ അവരുടെ വരുതിയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുന്നതായും പിതാവ് ആരോപിക്കുന്നു. ബാലുവിന്റെ വീട്ടിൽ CCTV സ്ഥാപിക്കുകയും അതിന്റെ വിഷ്വലുകൾ ബാലുവിന്റെ സ്റ്റാഫിലുള്ള ഒരാളുടെ ഫോണിൽ എത്തിക്കുകയും ചെയ്യുന്നു. ബാലുവിന്റെ ഭാര്യയെ കാണാൻ ആരൊക്കെ വരുന്നു എന്നറിയാൻ വേണ്ടിയാണത്ര ഇത്.
CPM ഉന്നതന്റെ ബന്ധുക്കൾക്ക് ബാലഭാസ്കറുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ATM കവർച്ച കേസിലെ പ്രതികളെ സഹായിച്ചതിനാണ് അർജുന്റെ പേരിൽ ചെറുതുരുത്തി ഒറ്റപ്പാലം സ്റ്റേഷനുകളിൽ കേസുകളുള്ളത്. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട വയലിനിസ്റ്റ് ബാലഭാസ്കറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഉപയോഗിച്ച് സുഹൃത്തുക്കൾ സ്വർണം കടത്തിയിരുന്നു എന്ന സംശയത്തിൽ റവന്യൂ ഇന്റലിജൻസ് അന്വേഷണം നടത്തിയിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ സ്വർണം അടങ്ങിയ ഒരു പെട്ടി ഉണ്ടായിരുന്നതായി ബാലഭാസ്കറിന്റെ കുടുംബം സംശയം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ബാലഭാസ്കർ അറിയാതെ അദ്ദേഹത്തെ പിടിയിലായ സ്വർണ്ണക്കടത്തുകാർ ഉപയോഗിച്ചിരുന്നു എന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നത്. ബാലഭാസ്കറും കുടുംബവും സ്ഥിരം വിദേശയാത്രകൾ നടത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിൽ പിടിയിലായ പ്രകാശിനും വിഷ്ണുവുമായി അടുത്ത ബന്ധമാണ് ബാലഭാസ്കറിനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത്. പ്രകാശിനും വിഷ്ണുവും പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ മറുവാക്കുണ്ടായിരുന്നില്ല. ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി പ്രകാശിനും വിഷ്ണുവിനും അടുത്ത ബന്ധമുണ്ട്. ബാലഭാസ്കറിനും ഇത്തരം ചില ബന്ധങ്ങളുണ്ട്. അത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായതാണ്. ഇത്തരം ബന്ധങ്ങൾ അച്ഛന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തെ വഴിമുട്ടിച്ചോ എന്ന് ഇന്റലിജൻസ് അന്വേഷിക്കുന്നു. ഡ്രൈവർ അർജുനെ വെറുതെ വിടാൻ CBI തയ്യാറല്ല. കൊല്ലത്തൊരു ജ്യൂസ് ഷോപ്പിൽ ഇറങ്ങി ബാലഭാസ്കർ ജ്യൂസ് കുടിച്ചു. അതിന് CCTV ദൃശ്യങ്ങൾ ബാലഭാസ്കറിന്റെ മാനേജർ എടുത്തുകൊണ്ടുപോയതായും ആരോപണം ഉയർന്നിരുന്നു. കലാഭവൻ സോഭിയുടെയും മൊഴി വിശ്വാസത്തിലെടുത്താൽ ബാലഭാസ്കറിന്റെ വാഹനത്തിൽ സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. സ്വർണം കള്ളക്കടത്താണെന്നാണ് CBI കരുതുന്നത്. അതിൽ തിരുവനന്തപുരം കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്നാണ് CBI പരിശോധിക്കുന്നത്. അർജുനെ ശരിയായി ചോദ്യം ചെയ്താൽ ബാലഭാസ്കറിന്റെ കാര്യത്തിൽ നടന്ന കാര്യങ്ങളുടെ ചുരുളഴിയും. അത് അന്വേഷിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത്.